ഒരു രാഷ്ട്രീയക്കാര് ഞങ്ങളുടെ ഉമ്മരത്ത് ഞാൻ കാല് കുത്തിക്കൂല. തുടങ്ങണേക്ക് മുമ്പ് തന്നെ മാർക്സിസ്റ്റുകാർ എൻ്റെ ഉമ്മരത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് നാണാകൂലേ വക്കറ്റുമായിട്ട് വന്നേക്കാണ്. ഒന്നിനും കടലിൽ അല്ലെങ്കിൽ അവരെല്ലാവരുടെ മുമ്പിൽ വിഷക്കുപ്പിയായിട്ട് ചെന്നിരിക്കും. ജാതി അങ്ങനെ വേർതിരിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ സഹായം അച്ഛന്മാരുണ്ടായതാണ്. ആ അച്ഛന്മാർക്ക് നന്ദി പറഞ്ഞാലും തീരൂല. ഞങ്ങളുടെ ശബ്ദമായിട്ട് സുരേഷ് ഗോപി സാറ് സംസാരിച്ചു. ഇത്ര വലിയ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഒരു പാർട്ടി ഉണ്ടായുള്ളൂ. BJP കേരളത്തിൽ ഭരണത്തിൽ വരണം. ഞങ്ങളുടെ MP വന്ന് വെറും വാക്ക് തന്നിട്ട് പോയി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് പ്രാവർത്തികമാക്കി തന്നത് തൃശ്ശൂർ MP ആ. പട്ടി ഞങ്ങളെ തിരിഞ്ഞു നോക്കണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, ഞങ്ങളെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വിശ്വസിച്ച പാർട്ടി ഞങ്ങൾക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഞങ്ങൾ അമിതമായി വിശ്വസിച്ചവരാണ്. മെത്രാന്മാരുടെയും അരമനയുടെയും ദേവാലയങ്ങളുടെയും തിണ്ണനിറങ്ങി വോട്ട് വാങ്ങിച്ചവരവിടെ. ഞങ്ങളുടെ MP ഹൈബീഡനെ ഉൾപ്പെടെ അങ്ങനെ തിണ്ണനിറങ്ങി മേടിച്ചവരാണ്. ഇന്ന് നമ്മൾ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. പിറന്ന മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ട പാവപ്പെട്ട കുറെ മത്സ്യത്തൊഴിലാളികൾ. വഖഫ് ബില്ല് പാസ്സായതിന്റെ ആഘോഷത്തിലാണ് ഇന്നവർ. നമുക്ക് ചോദിക്കാം അവരുടെ പ്രതികരണങ്ങൾ. ബില്ല് പാസ്സായത് ഞങ്ങൾക്ക് സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് എത്രയും വേഗം ഇതിൻ്റെ എല്ലാ ഇതുകളും ഞങ്ങൾക്ക് എല്ലാ അവകാശങ്ങൾ നേടിത്തരണം. ബില്ല് പാസ്സാകാൻ ഞങ്ങൾ മാതാവിൻ്റെയും ഇവിടുത്തെ അച്ഛൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹം. അച്ഛനൊക്കെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനും ബെന്നി സെബാസ്റ്റ്യനൊക്കെ ഒത്തിരി ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടാണ് അവറ്റിങ്ങൾ നടക്കുന്നത്. അപ്പം അതിനു വേണ്ടി മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ഇത് സാധിച്ചു തന്നതിന് മാതാവിന് നന്ദി, നരേന്ദ്രമോദിക്കും നന്ദി. സുരേഷ് ഗോപിയും എല്ലാവർക്കും എല്ലാ മന്ത്രി സുരേഷ് ഗോപിനെ ഇന്നലെ അങ്ങ് കണ്ട് ചാടി നല്ല ഡീസൻ്റായിട്ടൊക്കെ പറയണത്. സുരേഷ് ഗോപിനെ നേരത്തെ തുടങ്ങി ഇഷ്ടമാണ്. 3 കൊല്ലം കഴിഞ്ഞ് ഈ ദുഃഖത്തിലാണ്ട് കിടക്കണത്. ഇപ്പം 2 ദിവസമായിട്ട് ഇത്തിരി സമാധാനം കിട്ടിയിട്ടുണ്ട്. അതിനോടും മറ്റുള്ള ആൾക്കാർ മത്സരിക്കണേണ്, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ചാലും ഏതാണ്ടും മോദി സർക്കാർ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അങ്ങ് കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് റവന്യൂവകാശങ്ങൾ കിട്ടണമല്ല. അതിന് അതുവരെ ഞങ്ങൾ ഈ വാസത്തിൽ തന്നെ ഇരിക്കും. മറ്റേ ഞങ്ങളുടെ MP മാരൊക്കെ എന്ന് പറയുന്നത് അവർക്കിട ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനല്ലാതെ ജനങ്ങൾക്കൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വേലക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇരിക്കണ ഇതാണ്. അപ്പം ഞങ്ങളുടെ MP മാരും ഞങ്ങൾ ചെയ്തിരുന്ന കാരണന്മാർ കാണിച്ചു തന്ന ഈ കൈപ്പത്തിക്കാണ് നമ്മൾ ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് വരെ ഒരു ഇതും അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മൾ പാടില്ലാണ്ട് കിടന്ന് ഹാർട്ടിൻ്റെ അസുഖം വന്ന് കിടന്ന് എന്തു പറഞ്ഞാലും ഈ പരിസരക്കാരാണെങ്കിലും ആരാണെങ്കിലും നമുക്കൊരു സഹായം ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ സ്ഥലത്തിന് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഈ BJP എന്ന് പറയുന്ന ഒരു സർക്കാർ നമ്മൾ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയ സഹായം ചെയ്തു തന്നെ മോദി സർക്കാരോട് നന്ദി പറയണേണ്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് അറിയില്ലായിരുന്നു, വഖഫ് ആക്ടിൻ്റെ. പിന്നീടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയം എത്രമാത്രം ഗുരുതരമാണെന്നും അത് ഭാരതത്തിൽ തന്നെ എത്രമാത്രം ബാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ്. അപ്പോൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലുള്ള എനർജിയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാരണമായത്. ഇപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. രാജ്യസഭ ഇപ്പോൾ പാസ്സാക്കി കഴിഞ്ഞു. പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു വാക്ക് ഒരാൾക്കും കൊടുക്കരുത്. ജയിപ്പിച്ച് വിട്ട ആ ജനങ്ങളോട് വഞ്ചന കാണിക്കരുത്. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ പോയിരുന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ആ TV മുമ്പിലിരുന്ന് പാർലമെൻറ്റ് സമ്മേളനം 12 മണിക്കൂർ കണ്ട ആൾക്കാരാണ് ഞങ്ങൾ 2 ദിവസം. ആ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് പോയാൽ നട്ടിലുള്ള ഒരു MP എന്ന് പറയുന്നത് സുരേഷ് ഗോപി മാത്രമായിരുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. അവരൊക്കെ മുനമ്പൻ ജനതയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവസാനം വരുന്നത് ഈ ബില്ല് പാസ്സാക്കാൻ പാടില്ലെന്നാണ്. അവർക്ക് തന്നെ അറിയാം ഈ ബില്ല് പാസ്സായാൽ മാത്രമേ ഇനി മുനമ്പം രക്ഷപ്പെടുള്ളൂ എന്ന്. ഇപ്പോൾ അവർ പറയുന്നത് ഈ ബില്ല് വന്നതുകൊണ്ട് മുനമ്പത്തുകാർക്ക് ഒരു പ്രയോജനമില്ലെന്നുള്ളതാണ്. അതിന് ഞങ്ങൾ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ, അവർ ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല. വഖഫ് ആക്ടിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, പുതിയ നിയമ ഭേദഗതിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരാണ്, പഠിക്കാത്തവരാണ് ഈ ഭേദഗതി ബില്ല് കൊണ്ട് ഞങ്ങൾക്ക് ഗുണമില്ല എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാര് ഞങ്ങളുടെ ഉമ്മരത്ത് ഞാൻ കാലുകുത്തിക്കൂല, എൻ്റെ ഉമ്മരത്ത് ഞാൻ കാലുകുത്തിക്കൂല. ഇത് തുടങ്ങണേക്ക് മുമ്പ് തന്നെ മാർക്സിസ്റ്റുകാർ എൻ്റെ ഉമ്മരത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് നാണാകൂലേ വക്കറ്റുമായിട്ട് വന്നേക്കാണ്.
വക്കറ്റ് പിരിവ് ഇപ്പോഴും നിങ്ങൾക്ക് ഈ വക്കറ്റ് പിരിവിനടക്കം നാണാവൂലേ? ഞങ്ങളുടെ മണ്ണ് പോയി കിടക്കണം. ആ സമയത്ത് നിങ്ങൾ ആരും ഇതിനെ അനുകൂലിക്കാതെ പിന്നെ ഞങ്ങളുടെ കുമ്മരത്ത് എന്തിന് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മോൻ എന്നെ പിണങ്ങുമെന്നാണ്. അപ്പം ഞാൻ സാമട്ടിലിട്ട് അപ്പോൾ അവൻ പറഞ്ഞ് ഇനിയൊരുത്തനെ ഉമ്മരത്തിലോട്ട് കയറ്റരുതെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരായി വന്ന നമുക്കിതിന് വേണ്ടി അനുകൂലിച്ച് ആര് വന്ന്, അതിപ്പം മാർക്സിസ്റ്റ് ആയാലും ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും ആര് വന്നാലും ഇത് നമുക്കായി നേടിത്തന്ന ആർക്കായിട്ടും നമ്മൾ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നു. വഖഫ് ബോർഡ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണമായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? പ്രതികരിക്കല് അത് വന്നു നോക്കട്ടെ, എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എല്ലാ ജനങ്ങളും കണ്ടല്ല. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജാതി അങ്ങനെ വേർതിരിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് കൂടുതൽ സഹായം അച്ഛന്മാരുണ്ടായതാണ്. ആ അച്ഛന്മാർക്ക് നന്ദി പറഞ്ഞാലും തീരൂല. ആ ജോഷി അച്ഛനും ഇവിടുത്തെ വിയാരി അച്ഛനും കൊച്ചച്ഛനൊക്കെ അവർക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും തീരൂല. ഞങ്ങളുടെ ശബ്ദമായിട്ട് സുരേഷ് ഗോപി സാറ് സംസാരിച്ച് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നത് അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നത് BJP കേരളത്തിൽ ഭരണത്തിൽ വരണം. കാരണം ഞാൻ BJP മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് എങ്കിലും ഞാൻ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇത്ര വലിയ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആ ഒരു പാർട്ടി ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിയും പിന്നെ ഞങ്ങളുടെ മുമ്പിൽ വന്ന സുരേഷ് ഗോപി സാറും അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലെന്ന് വരെ ഞങ്ങൾ അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ BJPക്കും പ്രധാനമന്ത്രിക്കും ജോർജ് കുര്യൻ സാറിനും സുരേഷ് ഗോപി സാറിനും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സർവോപരി ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കി തന്ന ഞങ്ങളുടെ രണ്ട് വിശ്വാസങ്ങൾക്കും, അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരവും ക്രൈസ്തവ വിശ്വാസപ്രകാരവും ഞങ്ങൾ നന്ദി പറയുന്നു. സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് തെറ്റായ തീരുമാനം എന്ന് പറയാനായിട്ട് യാതൊരുവിധ അർഹത ജോൺ ബ്രിട്ടാസിനില്ല. ജോൺ ബ്രിട്ടാസിന് മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ MP ഹൈബീഡന് പോലുമില്ല. കാരണം ഞങ്ങളുടെ MP വന്ന് വെറും വാക്ക് തന്നിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് പ്രാവർത്തികമാക്കി തന്നത് തൃശ്ശൂർ MP-യാണ്. മനസ്സിലായ? ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ അദ്ദേഹത്തെ എടുത്തു വെച്ചത് മണ്ടത്തരമോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ പോലും ഇനി ഞങ്ങളുടെ ഈ ഏരിയയിലാണ് നിൽക്കുന്നത്, എറണാകുളം ജില്ലയിലാണ് നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ജയിപ്പിക്കാൻ നോക്കും. കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണം. ഞങ്ങൾക്ക് ഒരു MP ആയിട്ടല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ് പറയുന്നത് പോലെ ഞങ്ങൾക്കതൊരു വിഡ്ഢിത്തരമായിട്ട് തോന്നുന്നില്ല. അയാൾക്കൊക്കെ പലതും പുലമ്പാം. അയാൾ എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്? സമൂഹത്തിന് വേണ്ടി ഈ കാലം എത്രയും അയാളൊക്കെ ഒരുപാട് സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്, ഉന്നത സ്ഥാനങ്ങളിലൊക്കെ കയറുന്നുണ്ട്. ഈ സുരേഷ് ഗോപി സാറ് കയറിയിട്ട് എത്ര നാളായിട്ടുണ്ട്? അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയേണ്ട പല കാര്യങ്ങളും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി, പുള്ളിക്ക് കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. അയാളുടെ ആ തൃശ്ശൂർ മേഖലയിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നിരുന്നിട്ട് പോലും ഒരു ശരിക്കും പറഞ്ഞാൽ പറയാൻ പാടില്ലെങ്കിലും ഞങ്ങൾ കടപ്പുറത്താരായതുകൊണ്ട് പറഞ്ഞ ഒരു പട്ടി ഞങ്ങളെ തിരിഞ്ഞു നോക്കണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, ഞങ്ങളെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. ഇന്ന് ഇവിടെ പലരും ഇവിടെ ജീവനോടുകൂടി ഇരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം സുരേഷ് ഗോപി സാറാണ്. കാരണം ഒരു ആത്മഹത്യ പ്രവണത മുൻപിൽ വരെ ഞങ്ങൾ എത്തിയതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കറിവില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, ഞങ്ങൾക്ക് എങ്ങനെ ഇത് വാങ്ങിച്ചെടുക്കാമെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വിശ്വസിച്ച പാർട്ടി ഞങ്ങൾക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഞങ്ങൾ അമിതമായി വിശ്വസിച്ചവരാണ്. ഇവരാരുമില്ല. ഞങ്ങൾ ഈ സമരപ്പന്തലിൽ വന്നിരുന്ന് ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾക്ക് ഞങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു 2.5 3 വർഷത്തിനടുത്തുള്ള ഒരു പോരാട്ടമാണ്. 2022 ഞങ്ങളിത് ആദ്യം അറിഞ്ഞ സമയത്ത് ഈ വഖഫ് എന്താണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ പലരുടെ സഹായത്തോടു കൂടി ഞങ്ങൾ പല നേതാക്കളെ ചെന്ന് കാണുകയും ചെയ്തു. പക്ഷേ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 27, 2024 ഞങ്ങൾ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഓഗസ്റ്റിൽ പാർലമെൻറ്റ്
പാർലമെൻറ്റിൽ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അന്ന് അത് JPCക്ക് വിടുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നവംബറിൽ ഇത് പാർലമെൻറ്റ് വരുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ എന്നാലും ഇതിപ്പോൾ അവസാനം ഏപ്രിൽ 2-3 തീയതികളിൽ ലോക്സഭയിലും രാജ്യസഭയിലും വരികയും പാസ്സാവുകയും ചെയ്തു. ഈ വഖഫ് എന്ന ഈ പ്രശ്നം എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണെന്ന് ഞങ്ങൾ പലതും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെതിരായിട്ട് ഞങ്ങൾ പോരാടാനായിട്ട് തുടങ്ങിയത്. മാത്രമല്ല ഞങ്ങൾ 1950 മുമ്പ് തന്നെ ഇവിടെ ആളുകളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. 89-90 കാലഘട്ടങ്ങളിൽ ഇവർ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. അപ്പോൾ പണം കൊടുത്ത് വാങ്ങിച്ച് 32 വർഷങ്ങളോളം ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ഈ ഭൂമിയാണ് വഖഫ് ബോർഡ് അവരുടെ ആസ്തി പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ കോടതിയിലും വഖഫ് ട്രൈബ്യൂണലിലും കേസുകളുണ്ട്. ഏതായാലും ഇനി ഈ ഭേദഗതി ബില്ലോടുകൂടി ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.